അമ്മ ഇവളെയും കൊണ്ട് ഈ രാവിലെ എവിടെ പോയതാ? ഗേറ്റ് കടന്ന അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ആദ്യേട്ടന് ദേഷ്യം നിറഞ്ഞ ശബ്ദം ഞങ്ങളെ തേടിയെത്തി. ലച്ചു ഭയത്തോടെ സുമയ്ക്ക് പിന്നിൽ മറഞ്ഞു നിന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോയതാണ്, അതിന് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? സുമയും ആദ്യം നോക്കി ഒച്ച ഉയർത്തി. ഇതൊക്കെ കേട്ട് മായ ഒരു പുച്ചച്ചിരിയോടെ നിന്നു. ഇവളെയും കൊണ്ട് ഈ നാട്ടിൽ പ്രദർശനത്തിൽ നടക്കാൻ അമ്മയ്ക്ക് നാണാവില്ലേ? ആദ്യത്തിൽ കടിച്ചു കീറാനുള്ള കലിയോടെ കരഞ്ഞോടെ നിൽക്കുന്ന ലച്ചുവിനെ അരികിലേക്ക് അടുത്തു. നിർത്തടാ, എന്റെ മകളെ കൂടെ കൊണ്ടു നടക്കാൻ നിന്റെ അനുവാദം വേണം എനിക്ക്. നിന്റെ കൂടെപ്പിറപ്പല്ലടാ ഇത്. നീയൊക്കെ പൊന്നുപോലെ കൊണ്ടു നടന്നവൾ ഒരു അപകടം വന്നപ്പോഴത്തേക്കും ഇതായോ? ആദി സഹോദര സ്നേഹം ചോദിക്കുമ്പോൾ സങ്കടം കൊണ്ട് സുമിക്ക് നെഞ്ചി വിങ്ങി കഴിച്ചു. ഇവൾക്കിവിടെ എന്തു കുറവാണ്? മര്യാദയ്ക്ക് വലതും കഴിച്ചും മിണ്ടാതെ വീട്ടിലിരുന്നാൽ പോരെ? മായ തുള്ളിക്കൊണ്ട് മുന്നിലേക്ക് വന്നു. അമ്മ വാ, നമുക്ക് അകത്തേക്ക് പോവാം, ഒന്നും പറയണ്ട. നീ മിണ്ടാതിരിക്കലച്ചു, ഇല്ലെങ്കിൽ ഇവൻ എന്നെ ഇവിടുന്ന് ഇറക്കി വിടോ? ഇല്ലെങ്കിൽ അവൻ പറയട്ടെ. പിന്നെ മായ പറഞ്ഞത്, എനിക്കും എന്റെ മോൾക്കും ഇവിടെ എന്താ കുറവെന്ന്? ഒന്നുമില്ല, എല്ലാം കൂടുതലല്ലേ. അടുക്കളപ്പണി മുതൽ അങ്ങോട്ടെല്ലാം. സുമ വല്ലാത്തൊരു ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ചു. എന്താ ഇവിടെ നേരം വെളുക്കണ്ടേ ഇങ്ങനെ ബഹളം വയ്ക്കാൻ? അഭിജിത്ത് വീടിനുള്ളിൽ നിന്നും ഇറങ്ങി വന്ന് ചോദിച്ചു. ദേ, നിന്റെ അമ്മ സൗഭാഗ്യവതിയായ മകളെ കൊണ്ട് നാട് തെണ്ടാൻ പോയേക്കുന്നു. അത് ചോദിച്ച നിന്റെ ഏട്ടനോട് കയർക്കുന്നാണ് നീ കേൾക്കുന്നത്. അഭിജിത്തിനോട് മായ പുച്ഛിച്ചു പറഞ്ഞു. അമ്മയ്ക്ക് രാവിലെ എന്താ ഇവളെ എന്തിനാ പുറത്തു കൊണ്ടുപോയത്? കുറെ കാലമായി എല്ലാവരും ഒക്കെ മറന്നു വന്നതായിരുന്നു. ഇനിയിപ്പോ ഓരോരുത്തരെ വീണ്ടും ചോദിച്ചു തുടങ്ങും. അഭിജിത്ത് കൂടെ പറഞ്ഞതോടെ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയോടെ ആ കുഞ്ഞിപ്പെണ്ണ് വീടിന്റെ പിന്നിലേക്ക് ഓടിപ്പോയി. അമ്മ അറിഞ്ഞില്ല മക്കളെ, നിങ്ങളെ കൂടപ്പിറപ്പ് നിങ്ങൾക്ക് ഇത്രയേറെ നാണക്കേടാണെന്ന്. അവൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവനും കേൾക്കുന്ന ഒരാൾ മുകളിലുണ്ട്, അത് മറക്കരുത്. സുമ പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. കൊള്ളാം, അമ്മയ്ക്കൊരു മകൾ മാത്രമേ ഉള്ളോ? ഇവർ രണ്ടും അമ്മയുടെ മക്കളല്ലേ? ഇങ്ങനെ ശപിക്കാൻ? മായ വീണ്ടും വിടാൻ ഭാവമില്ലാതെ പറഞ്ഞു. ആണോ? അങ്ങനെയാ തോന്നിയോ? എങ്കിൽ ഒന്നുകൂടെ പറയാനുണ്ട്, ലച്ചുവിനെ എന്തെങ്കിലും പഠിക്കാൻ വിടണം. അയ്യോ നോക്കിയേ, നിങ്ങളെ അമ്മ പറയുന്നത്. മായയ്ക്ക് വല്ലാത്ത ദേഷ്യമായി കഴിഞ്ഞിരുന്നു. അമ്മ എന്ത് പറഞ്ഞാലും അവളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി പോണെന്നാണെങ്കിൽ തിരികെ ഇങ്ങോട്ട് വരാൻ പാടില്ല. അഭിജിത്താണത് പറഞ്ഞത്. അവൾക്കും കൂടെ അവകാശപ്പെട്ട വീട്ടിലേക്ക് വരണ്ടെന്ന് പറയാൻ നീ ആരടാ? സുമ വിട്ടുകൊടുക്കാതെ ചിരി. അയ്യോ, അപ്പൊ അമ്മയ്ക്കൊന്നും ഓർമ്മയില്ലേ? മോൾക്ക് അവസാനത്തെ 2 ഓപ്പറേഷൻ നടത്താൻ കാശില്ലാതിരുന്നപ്പോൾ വീട് ഇവർക്ക് 2 ആൾക്കും കൂടെ കൊടുത്തിട്ടല്ലേ കാശ് വാങ്ങിയത്? അന്ന് പത്രത്തിൽ ഒപ്പിട്ട് വാങ്ങിയത് വെറുതെയല്ല കേട്ടോ. ഇപ്പോ വീട് ഇവിടെ 2 പേരുടെയും പേരിലാണ്. അമ്മയ്ക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, അമ്മ എന്ന അവകാശത്തിൽ. പക്ഷേ ലച്ചിനൊരു അവകാശവും ഈ വീട്ടിലില്ല. അവൾക്ക് കിട്ടാവുന്നതിന്റെ ഇരട്ടി അവളുടെ ചികിത്സയ്ക്ക് ചെലവായി. ഇനി അതൊന്നും അറിഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. മായ ആദിത്യനെയും അഭിജിത്തിനെയും കാണിച്ച സുമയോട് പറഞ്ഞു. ഒരക്ഷരം മിണ്ടാതെ കേട്ടുന്ന സുമയുടെ ഹൃദയം 100,000 കഷ്ണങ്ങളായി മുറിഞ്ഞതും ആ മുറിവിലും നിൽക്കാതെ രക്തം ഒഴുകിയതും ആ സമയമൊക്കെ കേട്ടുനിന്ന് 2 മക്കളും മറിഞ്ഞില്ല. ഒന്നും മിണ്ടാതെ വേച്ച് സുമ വീടിന് പിന്നിലേക്ക് പോയി. അവിടെ മുട്ടിൽ മുഖം ഒളിപ്പിച്ച് വിങ്ങിക്കരഞ്ഞ ലച്ചുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു സുമ. തൊട്ടപ്പുറത്തെ മതിലിനരികിൽ നിന്ന് ആയിഷുമ ഇബ്രാഹിമിന്റെ മുഖത്തേക്ക് നോക്കി. അയാൾ കണ്ണ് ചിമ്മി കാണിച്ചു. അവരെ ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മോളെ ലച്ചുട്ടി, സുമ അവളെ വിളിച്ചു. അമ്മ, എന്തിനാമാ എന്നെ ദൈവം മിച്ചം വെച്ചത്? അച്ഛയ്ക്കൊപ്പം അച്ഛയുടെ ലച്ചുട്ടി കൂടെ പോയാൽ മതിയേതും. എങ്കിൽ അമ്മയ്ക്കെങ്കിലും സമാധാനം കിട്ടുമായിരുന്നു. അമ്മയെങ്കിലും ലച്ചുട്ടിയെ തനിച്ചാക്കി പോവല്ലേ അമ്മ? അമ്മ പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകണം. ലച്ചുവിന് വേറെ ആരുമില്ലമ്മ. എനിക്ക് എല്ലാം പേടിയാണ്, എല്ലാവരെയും പേടിയാണ്. വാവിട്ട് കരഞ്ഞുകൊണ്ട് ലച്ചു സുമയോട് പറഞ്ഞു. ആ അമ്മ മനം തേങ്ങിപ്പോയി. ലച്ചു, ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ. അന്ന് അച്ഛൻ പോയെന്നറിഞ്ഞപ്പോഴും നീ ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്ന് ഇവരൊക്കെ പറഞ്ഞപ്പോഴും അമ്മ ഒന്നേ പ്രാർത്ഥിച്ചിടും ഈശ്വരന്മാരോട്, ഒരാളെ ഈ ലോകത്തു നിന്ന് പോയി, ഇനി നിന്നെയെങ്കിലും ഒരൊറ്റ ജീവൻ വെച്ച് തിരികെ തരണമെന്ന്. അങ്ങനെ ചോദിച്ചെങ്കിലും എൻ്റെ കുഞ്ഞിനൊരു കുറവ് തന്നെങ്കിലും ഇത്രയും ആരോഗ്യത്തോടെ ഇരിക്കുന്നില്ലേ നീ? അത് മതി അമ്മയ്ക്ക്. അമ്മയുടെ കണ്ണടയുവോളം അമ്മയുടെ കുട്ടി കൂടെ ഉണ്ടായാൽ മതി. ആരും എന്തോ പറയട്ടെ, നമ്മൾ അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ അമ്മ എൻ്റെ കുഞ്ഞിനെ തനിച്ചാക്കി പോകില്ല. നിന്നെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള കൈകളിൽ ഏൽപ്പിച്ചിട്ടേ അമ്മ പോകുള്ളൂ. അമ്മയുടെ ലച്ചുവിട്ട് പേടിക്കണ്ട, വിഷമിക്കണ്ട കേട്ടോ. ലച്ചുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലോടി സുമ കുറേ നേരം ആ അമ്മച്ചൂടിൽ പതുങ്ങിയിരുന്നു. ലച്ചു, ഇതെന്താ ഇവിടെ അടുക്കള സമരമാണോ? കിച്ചണിൽ കയറി വന്ന മായ സുമയോട് ചോദിച്ചു. മോള് ചെന്നീ വേഷമൊക്കെ മാറി വാ, അമ്മ കട്ടനിട്ട് തരാം. മായ ചോദിച്ചത് കേൾക്കാത്തതുപോലെ സുമ ലച്ചുവിനോട് പറഞ്ഞു. നിങ്ങളെന്താ എന്നെ കളിയാക്കുവാണോ? മായ സുമയുടെ അലറി. അപ്പോഴും ഒന്നും മിണ്ടാതെ സുമ കട്ടനിടാൻ വെള്ളം പാനിലെടുത്ത് സ്റ്റവിൽ വെച്ചു. ഇതൊക്കെ കണ്ടു നിന്ന മായ തുള്ളിച്ചാടി റൂമിലേക്ക് പോയി. ഇതൊന്നും ശ്രദ്ധിക്കാത്ത സുമയുടെ ഉള്ളിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിടും. ഈ നരകത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ലച്ചുവിനെ രക്ഷപ്പെടുത്തണം. അതിനൊരു ജോലി വേണം, ആരോട് സഹായം ചോദിക്കണം.
ഏറെ നേരത്തെ ആ ചിന്തയ്ക്കൊടുവിൽ ഒരു മുഖം അവർക്കുള്ളിൽ തെളിഞ്ഞു വന്നു. അമ്മ, എന്താ ലച്ചു? അമ്മ എവിടെ പോവാ? ഉച്ചയ്ക്ക് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഉച്ചയുറക്കത്തിന് കയറിയ നേരം അടുക്കള ഒതുക്കി പുറത്തേക്ക് പോകാൻ ഇറങ്ങിയ സുമയോടാണ് ലച്ചു ചോദിച്ചത്. ലച്ചു മോള് ചെന്ന് കുറച്ച് സമയം കിടക്ക്, അമ്മ അപ്പുറത്ത് ആയിഷമ്മയൊന്ന് കണ്ടിട്ട് വരാം. 2 ദിവസമായി എന്നെ അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞ് വിളിക്കുന്നു. എന്നിട്ട് ഇന്ന് എന്നെ കണ്ടിട്ട് ഉമ്മയൊന്നും പറഞ്ഞില്ലല്ലോ? ലച്ചു സുമയെ നോക്കി ചോദിച്ചു. എന്നോട് പറയേണ്ട കാര്യം നിന്നോട് പറയോ? നീ ചെന്ന് ഇത്തിരി കിടക്ക്, അമ്മ പോയിട്ട് വരാം. അവളുടെ കാര്യം പറയാനാണെന്ന് അറിഞ്ഞാൽ പോകാൻ സമ്മതിക്കില്ല പെണ്ണ്. ഇനിയും വയ്യ കുഞ്ഞെ നിന്നിങ്ങനെ കഷ്ടപ്പെടുത്താൻ. നിന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും അമ്മ. ഇന്ന് ഞാൻ കണ്ടതാണ്. നികിതയുടെ സഹോദരൻ നിഖിൽ വരുന്നെന്ന് കേട്ടപ്പോൾ എൻ്റെ കുഞ്ഞിന്റെ മുഖത്ത് കണ്ട് ഭയം. ജനിച്ചു വളർന്ന സ്വന്തം വീട്ടിൽ മാനഭയത്തോടെ എൻ്റെ കുഞ്ഞ് കഴിയുന്നത് ഈ അമ്മയ്ക്ക് മനസ്സിലായില്ല. എങ്കിൽ പിന്നെ ആർക്ക് മനസ്സിലാകും? ഓരോന്നും ഓർത്തുകൊണ്ട് തന്നെ സുമ പോകാനിറങ്ങി. മോള് വാതിലടച്ചു. അമ്മ പോയിട്ട് വേഗം വരാം. സുമ പറഞ്ഞതിന് മോളിക്കൊണ്ട് ലച്ചു വാതിലടച്ച് കൊറ്റിയിട്ടു. പിന്നെ ബെഡിൽ വന്ന് കിടന്നു. നിഖിലിന് ഇങ്ങോട്ട് വരാൻ തന്നെയല്ലേ ദൈവമേ. അവനെപ്പോലൊരു ചെറ്റി ഇതിനു മുൻപ് കണ്ടിട്ടുമില്ല. അവന്റെ നോട്ടത്തിൽ ദേഹത്തെ പുഴുവായിരിക്കും. ഒരിക്കൽ അവൻ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയതുമാണ്. എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. അതൊക്കെ ഇപ്പോഴും ലച്ചുവിനെ വിറച്ചു. അവൾ ഭയത്തോടെ കണ്ണുകൾ മുറുക്കി അടച്ചു. ആരാത്? ഇങ്ങോട്ടുള്ള വഴിക്ക് അറിയോ സുമ നിനക്ക്? ചെമ്പോത്തെ ഗേറ്റ് കടന്ന് വരുന്ന സുമയെ കണ്ട് ഉമ്മറത്തെ ചാരുക്കാസിൽ ഇരിക്കുന്ന ഇബ്രാഹിമിന്റെ അടുത്ത് മറ്റൊരു കാസിൽ ഇരുന്ന് കാര്യം പറയുകയായിരുന്ന ആയിഷമ്മ എഴുന്നേറ്റ് വന്ന് സുമയുടെ കൈ പിടിച്ചു കൊണ്ടുവന്ന് അടുത്തിരുത്തി. ഖദീജ, കുടിക്കാൻ എന്തെങ്കിലും എടുത്തോളൂ. ആയിഷമ്മ വീണുള്ളിലേക്ക് നോക്കി അടുക്കളയിൽ സഹായിക്കാൻ നിൽക്കുന്ന സ്ത്രീ വിളിച്ചു പറഞ്ഞു. അയ്യോ, ഒന്നും വേണ്ട ആയിഷമ്മ, ഞാനിപ്പോ ചോറ് കഴിച്ചതേയുള്ളൂ. അതൊക്കെ ഇരിക്കട്ടെ. അല്ലിപ്പോ എന്താ നിന്റെ മക്കൾക്ക് പ്രശ്നം? ആയിഷമ്മ സുമയോട് ചോദിച്ചു. പ്രശ്നം ഞാനും എൻ്റെ കുഞ്ഞുമാണ്. ഇപ്പൊ എല്ലാം അവരുടെ കൈപ്പിടിയിലായില്ലേ? ഒക്കെ എൻ്റെ കൂടെ പിടിപ്പുകേടാണ്. ശേഖരേട്ടൻ എന്നും കൂടെ ഉണ്ടാകുമെന്നും താങ്ങി നടത്തുമെന്നും വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ജീവിതം എന്തെന്നും ഒരു പെൺകുട്ടിയെയും കൊണ്ട് എവിടെയെങ്കിലും പോയി എങ്ങനെ ജീവിക്കണമെന്നും അറിയാതെ പോയത്. പറഞ്ഞിട്ട് കുനിഞ്ഞിരുന്ന് കരഞ്ഞു സുമ. സുമേ, എന്താ പ്രശ്നം? നീയും ആ കുഞ്ഞും ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ശേഖരന്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല. സുമയുടെ കരച്ചിലെ കണ്ട് വിഷമം തോന്നിയ ഇബ്രാഹിമും പറഞ്ഞു. എൻ്റെ മോളെ ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയോ? ഒന്നെങ്കിൽ സുരക്ഷിതമായി ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി, അതൊരു വീട്ടിലെ അടുക്കളപ്പണി ആയാലും മതി. ഇല്ലെങ്കിൽ അവളുടെ കുറവുകൾ അറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പുരുഷന്റെ കൈകൾ ഏൽപ്പിക്കണം. പക്ഷെ എന്തെങ്കിലും കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇതിലേതായാലും എൻ്റെ ലച്ചുവിന് മാനഭയമില്ലാതെ കിടന്നുറങ്ങണം. പിന്നെ കഴിക്കുന്നതിനും കണക്ക് കേൾക്കാതെ 3 നേരം ഭക്ഷണം കഴിക്കണം. കുറഞ്ഞതാണെങ്കിലും ഇട്ടും പഴകിയതല്ലാത്ത തുണി വേണം കൊടുക്കാൻ. പിന്നെ അവള് ഒരുപാട് ആഗ്രഹിച്ചതാണ് പഠിക്കാൻ. ഇനിയിപ്പോ അതൊന്നും ഇല്ലെങ്കിലും ഒരു കൈത്തൊഴിലെങ്കിലും പഠിക്കണം. നിങ്ങളെ രണ്ടാളും സഹായിക്കണം എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ. എനിക്കിനി ആരോടും പറയാനില്ല. നാളെ ഒരു ദിവസം അവളുടെ അച്ഛനെ പോലെ ഞാനും പോയാൽ എൻ്റെ പൊന്നുമോൾ ആ ദുഷ്ടക്കൂട്ടങ്ങൾക്ക് നടുവിൽ ശ്വാസം മുട്ടിപ്പിടയും. എങ്ങനെയെങ്കിലും രക്ഷിക്കണേ അവളെ. പറഞ്ഞു കഴിഞ്ഞതും ആയിഷുമയെ കെട്ടിപ്പിടിച്ച് ഹൃദയം പിളർന്ന പോലെ അലറിക്കരഞ്ഞു സുമ. കരയിലെ സുമേ, നിന്റെ സങ്കടം കാണാൻ വയ്യ. ശേഖരൻ ജീവിച്ചിരുന്ന കാലത്ത് പൊന്നുപോലെ കൊണ്ടു നടന്ന കുടുംബമാണല്ലോ. പടച്ചോനെ, എങ്ങനെയായത്? ഇബ്രാഹിം വേദനയോടെ പറഞ്ഞു. സുമേ, നീ വിഷമിക്കണ്ട, കൊച്ചിനെ ഞങ്ങൾ പഠിപ്പിക്കാം. സുമയുടെ തലയിൽ തലോടി ഐഷുമ പറഞ്ഞു. അത് ശരിയാവില്ല ഐഷുമ. ഇന്നലെ അവന്മാര് പറഞ്ഞത് കേട്ടില്ലേ? ആ വീട്ടിൽ നിന്നും എൻ്റെ മോള് പുറത്തിറങ്ങിയാൽ പിന്നെ അങ്ങോട്ട് തിരിച്ചു കയറരുതെന്ന്. സുമ ഒരു വിങ്ങലോടെ പറഞ്ഞു. സാറില്ല, എന്തായാലും ഇതുവരെ സഹിച്ചില്ലേ, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. സുമ സമാധാനപ്പെട്, ഞാൻ ആലോചിക്കട്ടെ എന്താ വഴിയെന്ന്. ഇബ്രാഹിം എന്തോ ആലോചനയുടെ സുമയോട് പറഞ്ഞു. ഖദീജ കൊടുത്ത തണുത്ത ഓറഞ്ച് ജ്യൂസും കുടിച്ച് ഐഷുമയും ഇബ്രാഹിമും കൊടുത്ത ധൈര്യത്തിലുമാണ് സുമ നന്ദാവനത്തിൽ തിരിച്ചു വന്നത്. ചായ ഞാൻ വന്നിട്ടിടായിരുന്നല്ലോ ലച്ചു. സുമ വന്നപ്പോൾ ചായയും ഉണ്ണിയപ്പവും ഒക്കെ ഒരേ സമയം ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങിയെന്ന് ലച്ചു. ഇത് കണ്ടിട്ടാണ് സുമ ചോദിച്ചത്. 4 മണി കഴിയുമ്പോൾ ചായ ആയില്ലെങ്കിൽ ഏട്ടത്തിമാര് വന്ന് നമ്മളെ വഴക്ക് പറയുമോ? അമ്മയ്ക്ക് അറിയില്ലേ? അതാണ് ഞാൻ ഇതൊക്കെ റെഡിയാക്കാന്ന് വെച്ചത്. പറയുമ്പോൾ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ണിയപ്പം കുത്തിയെടുത്ത് പാത്രത്തിൽ ഇട്ട് വെച്ചു. അച്ഛനുണ്ടായിരുന്നപ്പോൾ പൊന്നുപോലെ കൊണ്ടുനടന്ന കുഞ്ഞാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്തെങ്കിലും എൻ്റെ കുഞ്ഞിന് ഇതിൽ നിന്നും ഒരു മോചനം ഉണ്ടാവും ഈശ്വര. ഒരുപാട് വലിയ ജോലിയും പണവും ഒന്നും ഇല്ലെങ്കിലും കൂലിപ്പണിയാണേലും എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്ന ഒരു കുടുംബത്തെയും അവളുടെ കുറവറിഞ്ഞു വരുന്നൊരു പാതിയും കൊടുക്കണേ മഹാദേവ. ആ അമ്മമ്മനും ഉരുകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അമ്മ എന്തോർത്ത് നിൽക്കുവാ? അച്ഛനെ പോയി വിളിച്ചിട്ട് വായോ? ചിന്തയിൽ മുഴക്കുന്ന സുമയോട് ലച്ചു പറഞ്ഞു. അയ്യോ ശരിയാണ്, അവന്റെ സ്കൂൾ ബസ് വരാനായി, ഞാൻ പോയിട്ട് വരാം. പറയിലെ സുമ ഇറങ്ങി ഓടലും കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ അച്ചുവുമായി സുമ തിരികെ വന്നു. ഞാൻ ചെന്നതും ബസ് വന്നു, ലച്ചുവിനോട് പറഞ്ഞുകൊണ്ട് അച്ചുവുമായി സുമ അടുക്കളയിലെത്തി. അച്ചുവിന് ഉണ്ണിയപ്പം ഒരുപാട് ഇഷ്ടമല്ലേ? കൈ കഴുകിട്ട് എടുത്ത് കഴിച്ചു നോക്കൂ കേട്ടോ, കൊള്ളാമോന്ന് അച്ഛനെ നോക്കി ലച്ചു ആരുമയോട് പറഞ്ഞു.
എനിക്ക് വേണ്ട. ലച്ചു വരുന്നത് കഴിക്കോ ലച്ചുവിൻ്റെ അടുത്ത് പോവുകയോ ചെയ്തെന്ന് എനിക്ക് അപകടം ഉണ്ടാകുമെന്നാണ് എൻ്റെ അമ്മമ്മ പറഞ്ഞത്. ലച്ചുവിനോട് പറഞ്ഞിട്ട് ബാഗുമെടുത്ത് കിച്ചണിൽ നിന്നും അച്ചി ഇറങ്ങിപ്പോയിട്ടും അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് തറഞ്ഞെന്നു അമ്മയും മകളും. നീ ഇതുവരെ ഉറങ്ങിയില്ലേ മോളെ? രാത്രി സുമ ലച്ചുവിൻ്റെ വീട്ടിൽ പെട്ടെന്നാണ് അങ്ങോട്ട് ചെന്നത്. ഉറക്കം വന്നില്ലമ്മ. എന്തോ ഇന്ന് വരെ തോന്നാത്തത്ര സങ്കടം തോന്നും. ഞാൻ ജനിക്കണ്ടായിരുന്നു അല്ലേ അമ്മ? ആരും ആഗ്രഹിച്ചില്ലല്ലോ എൻ്റെ ജനനം. എല്ലാവരെയും കഷ്ടപ്പെടുത്താനായിട്ട് ഈ ജന്മം വേണ്ടായിരുന്നു. നിറമേഴിയുടെ ചുമരിൽ ചാരിരുന്ന് ലച്ചു സുമയോട് പറഞ്ഞു. അവർ വേദനയോടെ തന്റെ പൊന്നുമകളെ നോക്കിയിരുന്നു. പിന്നെ മെല്ലെ പറഞ്ഞു, നിനക്കറിയോ ലച്ചു, അബിയും ആദിക്കും 8-9 വയസ്സായി, രാധുവിനും 13. ഇനി കുഞ്ഞുങ്ങളൊന്നും ആവരെന്ന് വിചാരിച്ച് കഴിയുമ്പോഴാണ് നീ വരവറിയിച്ചത്. ആദ്യമൊന്നും ഞാൻ അറിഞ്ഞതേയില്ല. നീ എൻ്റെ വയറ്റിൽ വളർന്നു തുടങ്ങിയത് 3-4 മാസമായപ്പോഴാണ് അറിഞ്ഞത്. അന്ന് നിന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് മോളെ. ചിലപ്പോൾ ഈ കുഞ്ഞിൽ നിന്നാകും ഇത്തിരി വെള്ളം വാങ്ങി കുടിക്കാൻ വയസ്സാം കാലത്ത് നിനക്ക് യോഗം ഉണ്ടാകുമെങ്കിലോ എന്നാണ്. അന്നേ രാധു സ്വാർത്ഥിയാണ്. പക്ഷേ ഇവന്മാര് രണ്ടും അങ്ങനെയല്ലായിരുന്നു. നിന്നെ തറയിലും താഴ്ത്തും വെക്കാതെ കൊണ്ടു നടക്കുകയായിരുന്നു. പിന്നെ അച്ഛൻ നിന്നെ രാജകുമാരിയായാലേ കൊണ്ടു നടന്നത്. അച്ഛൻ്റെ വാലായിട്ടായിരുന്നില്ലേ നീ? പിന്നെ എന്താമ്മ, അച്ഛനെ ഒരിക്കലും വരാത്തൊരു യാത്ര പോയപ്പോ എന്നെ കൂടെ കൂട്ടാത്തത്? മനസ്സും ശരീരവും ഒരുപോലെ വേദനിക്കാൻ ഈ തീച്ചുളയും നമ്മളെ രണ്ടാളും വിട്ടിട്ട് പോകണ്ടായിരുന്നു അച്ഛൻ. കൊതി തോന്നുന്നു അമ്മ. അച്ഛൻ്റെ ലച്ചുട്ടൊരു വിളി കേൾക്കാൻ വല്ലാത്ത കൊതി തോന്നുന്നു. ഓരോന്നോർത്ത് പറഞ്ഞ് ചിന്തയോടെ ഇരിക്കുന്ന സുമയെ കെട്ടിപ്പിടിച്ച് ആർത്താർത്ത് കരഞ്ഞു പറഞ്ഞു ലച്ചു. അതിനൊക്കെ ഒരു യോഗം വേണം നമുക്ക്. അതിനല്ലേ മോളെ അച്ഛൻ പോയതോടെ നമ്മുടെ എല്ലാ ഭാഗ്യവും പോയി. അമ്മയ്ക്കിനി ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, അമ്മയുടെ ലച്ചു സുരക്ഷിതയാവണം. അതിനുവേണ്ടി അമ്മ കണ്ടുപിടിക്കുന്ന വഴി അതെന്തായാലും മോള് അമ്മയോട് നിൽക്കില്ലേ? സുമ ലച്ചുവിനെ ചേർത്ത് പിടിച്ച് കിടന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. ലച്ചു ഉറപ്പെന്ന പോലെ ഒന്ന് മൂളി. ഇനി കുഞ്ഞുറങ്ങിക്കും, നേരെ ഒരുപാടായി. ആരും എന്ത് പറഞ്ഞാലും മോൾ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. സുമ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ഒപ്പം ഇരുവരും ഉറക്കവും കാത്തു കിടന്നു. നിങ്ങൾ സുമയോട് പറഞ്ഞത് എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാണോ? നിങ്ങളുടെ വാക്കും വിശ്വസിച്ചാണ് അവൾ പോയത്. രാത്രി കിടക്കാൻ നേരം ഇബ്രാഹിമിനോടായി ആയിഷ ചോദിച്ചു. ഇതുവരെ ഒന്നും കണ്ടില്ല, എങ്കിലും ഉടനെ എന്തെങ്കിലും ചെയ്യണം. കല്യാണം എന്നത് ഉടനെ വേണ്ട, കാരണം അവളുടെ അവസ്ഥ തന്നെയാണ്. ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടരും വേണ്ടേ? ഇബ്രാഹിം ആലോചനയോടെ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാണ്? അടുക്കളപ്പണി ഒന്നും നോക്കണ്ട. അവൾ കുഞ്ഞല്ലേ, 20 വയസ്സാകുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ സൂറമിയുടെ പ്രായം. മറ്റെന്തെങ്കിലും നോക്കണേ. ആയിഷമ വേദനയോടെ പറഞ്ഞു. നോക്കാം, നീ കിടന്നുറങ്ങ്, എന്തിനും നേരം വെളുക്കട്ടെ. രാവിലെ ആദ്യം ഉണർന്നത് ആയിഷമ്മയാണ്. വീടിന് പുറത്തിറങ്ങുമ്പോൾ തന്നെ കണ്ടു നന്ദാവനത്തിന്റെ വലിയ മുറ്റം തൂത്തു വൃത്തിയാക്കുന്ന ലച്ചുവിനെ. പണ്ട് ശേഖരൻ ഉണ്ടായിരുന്നപ്പോൾ മുറ്റം തൂക്കാനും വീട് തുടയ്ക്കാനും എല്ലാത്തിനും മാത്രമായി 2-3 പണിക്കാരുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ ആ പെൺകുട്ടി ഒറ്റയ്ക്ക് ചെയ്യുന്നത് കാണുമ്പോൾ അവിടെ കണ്ണുകൾ നനഞ്ഞു. നീ ഇവിടെ വന്ന് എന്ത് നോക്കി നിൽക്കുവാണ് ഐഷു? ഇബ്രാഹിം അവിടെ പിന്നിൽ വന്നെന്ന് ചോദിച്ചു. കൊച്ചി കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് നിന്ന് പോയതാണ്. ഞാൻ പുറത്തുനിന്ന് പോയിട്ട് വരാം, നീ ആഹാരം വരെ നമുക്ക് കഴിക്കച്ചാല്. ആയിഷമ്മയോട് പറഞ്ഞിട്ട് ചെമ്പോത്ത ഗേറ്റ് തുറന്ന് ഇബ്രാഹിം പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും മുറ്റം തൂത്ത് വാരിയ കരികിലും കോനും തീയിടുന്ന ആ ചെറിയ പെൺകുട്ടിയിലായിരുന്നു അയാളുടെ നിറഞ്ഞ കണ്ണെങ്കിൽ കാത്തിൽ സഹിക്കാൻ കഴിയാത്ത ഹൃദയവേദനയുടെ ഉപ്പുപ്പ, എനിക്ക് അവളെ മറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞൊരു പൂച്ചക്കണ്ണന്റെ ശബ്ദമായിരുന്നു. പക്ഷെ കഴിയില്ല. അറിഞ്ഞുകൊണ്ട് ഞാനത് സമ്മതിക്കാൻ പാടുണ്ടോ പടച്ചോനെ? നീ തന്നെ ആ പൊന്നുമോൾക്ക് വേണ്ടി ഒരു നല്ല വഴി കാണിച്ചതാ. ഓർത്തോർത്ത് പള്ളിക്ക് സമീപം എത്തിയത് പോലും ഇബ്രാഹിം അറിഞ്ഞില്ല. നേരത്തെ ഒരു ചിരിയോടെ അയാൾ പള്ളിയുടെ അകത്തേക്ക് കയറിപ്പോയി. ദേ, ആയിഷത്തെ ഫോൺ അടിക്കുന്നു. TV കാണുകയായിരുന്ന ആയിഷമ്മയോട് പറഞ്ഞിട്ട് ഖദീജ ഫോണുമായി വന്നു. ഹലോ. ഫോൺ എടുത്തപാടെ ആയിഷമ്മ ചെവിയിലേക്ക് വെച്ച് ഹലോ പറഞ്ഞു. പറയടി നസിയ, നീ എത്ര രാവിലെ വിളിക്കാൻ പതിവില്ലല്ലോ. നീ മോനൊന്നും പറയണ്ട, അവൻ എന്തോ വലിയ സങ്കടമാണെന്നൊക്കെ പറഞ്ഞല്ലേ അവൻ നിങ്ങളോട് ദുബായിക്ക് വന്നത്. അത് ശരിയാണ്, വർഷം 5 ആയില്ലേ. നീ വിഷമിക്കണ്ട, അവൻ വരാമെന്ന് സമ്മതിച്ചല്ലോ. അതുപോലെ നിക്കാഹിന് സമ്മതിക്കും. അവന്റെ കൂടെ ഉള്ളവരുടെ കാര്യമൊന്നും നീ നോക്കണ്ട. അവന് 26 വയസ്സായില്ലേ നസിയുള്ളൂ. അതൊക്കെ അതിന്റെ സമയത്ത് നടന്നുകൊള്ളും. അവൻ വരുന്നത് ഇങ്ങോട്ടല്ലേ. ഒക്കെ ഞാൻ ശരിയാക്കാം, നീ സമാധാനമായിട്ടിരിക്കും. ശരി, നീ വെച്ചോ. ഫോൺ കോൾ കട്ട് ചെയ്തിട്ട് ആയിഷമ്മ സന്തോഷത്തോടെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നു. എന്താണ് ആയിഷുത്ത, വലിയ സന്തോഷമാണല്ലോ. എന്തേ? അതോ, എൻ്റെ അല്ലുമാൻ വരുന്നു. ദുബായിൽ നിന്നും ഞങ്ങളുടെ രാജകുമാരൻ വരുന്നു. വല്ലാത്തൊരു സന്തോഷത്തോടെ ആയിഷുമ്മ പറഞ്ഞു. 4-5 വർഷമായില്ലേ മോൻ ഇവിടുന്ന് പോയിട്ട്? ഇതിനിടയിൽ നാസിമോളും അക്ബർ മോനും വന്നപ്പോഴും അല്ലുമോൻ വന്നില്ലല്ലോ. ഖദീജ ആയിഷമ്മയെ നോക്കി ചോദിച്ചു. വന്നില്ല. ജനിച്ച നാൾ തൊട്ട് ഇവിടെ എൻ്റെ കൈകളിൽ ഓടിച്ചാടി വളർന്നവനാണ്. പെട്ടെന്നൊരു ദിവസം എനിക്ക് ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്ത് പോകണമെന്ന വാശിയിൽ ഇവിടുന്ന് പോയത്. ഇപ്പോൾ അവനായി തന്നെ തിരികെ വരുന്നു. പറയുമ്പോൾ ആയിഷമ്മയുടെ മുഖം സന്തോഷത്താൽ വിടുന്നു.
അങ്ങകലെ തന്റെ ഉപ്പൂപ്പ ഉമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ അടുത്തിരുന്ന് കേട്ടവന്റെ ഉള്ളിൽ തന്റെ പ്രിയപ്പെട്ടവളെ നോവിച്ചവരെ ചുട്ടരിക്കാൻ പാകത്തിന് പക വളർന്നു തുടങ്ങിയതും ഐഷുമിന്റെയും ഇബ്രാഹിമിന്റെയും മൂത്ത മകളാണ് നസീമ. അവരുടെ ഭർത്താവ് അക്ബർ. അവരുടെ ഒരേയൊരു മകനാണ് അൽഫത്ത്. പിന്നെ ചെമ്പൂത്തുള്ളവരെല്ലാം ആൺകുട്ടികളാണ്. മകളായി നസീമ മാത്രമേ ഉള്ളൂ.